ഞാൻ ഇപ്പോൾ ഉള്ളത് Mercedes-Benz പ്ലാന്റ് ആയിട്ടുള്ള ചാക്കലിലാണ്. ഇവിടെ വന്നിരിക്കുന്നത് ഈ ഒരു കാറിൻ്റെ മെയ്ഡ് ഇൻ ഇന്ത്യ വേർഷൻ്റെ ലോഞ്ചിനാണ്. Mercedes-Benz S Class, നമുക്കറിയാം ദ ബെസ്റ്റ് കാർ ഇൻ ദ വേൾഡ്, 2021 വേൾഡ് ലക്ഷറി കാർ ഓഫ് ദി ഇയർ, ഇങ്ങനെ പല ടാഗ് ലൈനിലും ഉള്ള വണ്ടിയാണ്. നമ്മളിതിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് റിവ്യൂ ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾക്ക് കാണാം. എനിവേ ഇത് ഇന്ത്യൻ വേർഷനാണ്, മെയ്ഡ് ഇൻ ഇന്ത്യ S Class ഫോർ ഇന്ത്യ എന്നുള്ളതാണ്. ഇവിടെ Mercedes-Benz പ്ലാന്റിലാണ് ഇത് അസംബിൾ ചെയ്യുന്നത്, SKD ആയിട്ടാണ് വരുന്നത്. ഈ പ്ലാന്റ് ടൂറിൽ നമുക്ക് അത് എങ്ങനെ അസംബിൾ ചെയ്യുന്നു നോക്കാം. സോ വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ് കണ്ടന്റ് ആദ്യമായിട്ടാണ് S Classൻ്റെ പ്രൊഡക്ഷൻ മലയാളത്തിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. സോ വെൽക്കം ടു Flywheel. സോ ഇത് ഇയർഫോൺ തന്നിരിക്കുകയാണ്. കാരണം ഇവിടെ എന്തായാലും നമുക്ക് ഒരുപാട് നോയ്സ് ഉണ്ടാവും, പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഇതിലൂടെ നമ്മൾ കേൾക്കും. എന്തായാലും നമുക്ക് ഈ ഒരു പ്ലാന്റിനെ വാക്ക് ത്രൂ ചെയ്യാം. നമ്മൾ ആക്ച്വലി ഞാൻ ഈ പ്ലാന്റ് ഫസ്റ്റ് വരുന്നത് ഈ പ്ലാന്റ് ഉദ്ഘാടനത്തിന്, അതിൻ്റെ ശേഷം നമ്മുടെ ഫസ്റ്റ് വീഡിയോ വന്ന് ഫ്ലൈവീലിൻ്റെ വീഡിയോ വരുന്ന സമയത്ത് നമ്മൾ ഇവിടെ വന്ന് ഷൂട്ട് ചെയ്തിരുന്നത്. അത് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് 2009 വന്ന് ഷൂട്ട് ചെയ്ത് 2010 വന്നു. അപ്പോൾ നിങ്ങൾ പഴയ ചാനൽ നോക്കിയാൽ ഈ പ്ലാന്റിൻ്റെ ഫുൾ ടൂർ ഞാനന്ന് കൊണ്ടുവന്നിട്ട് ഇതിപ്പം പലതവണ വന്നു. പക്ഷേ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളെ ഈ ചാനൽ, പുതിയ ചാനലിൽ ആദ്യത്തെ പ്ലാന്റ് വിസിറ്റാണ്. നമുക്ക് നോക്കാം. എസ് ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വേൾഡിലെ തന്നെ ബെസ്റ്റ് കാർ ഇൻ ദ വേൾഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നതും വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആണ്. ഈ ഒരു പ്ലാന്റിന് ഒരുപാട് പ്രത്യേകത ഉണ്ട്. വേൾഡിലെ മെർസിഡീസ് സിംപ്ലിഫിക് എന്ന് പറഞ്ഞ മെയിൻ പ്ലാന്റിന് കഴിഞ്ഞാൽ ജർമ്മനിയിൽ പുറത്തുള്ള പ്ലാന്റിൽ ഏറ്റവും ബെസ്റ്റ് പ്ലാന്റിന് അവാർഡ് പലതവണ കിട്ടിയിട്ടുള്ള പ്ലാന്റുകൾ. അപ്പോൾ അതെല്ലാം ഇവിടെ ഉണ്ട്, അതെല്ലാം നമുക്ക് നോക്കാം. എനിവേ ഫസ്റ്റ് നമുക്കൊരു വാക്ക് ത്രൂ നോക്കാം. I'll tell you the details. ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ് കാർ എന്നൊക്കെ ആദ്യമുള്ള എസ് ക്ലാസ് ഇന്നിപ്പോൾ ലോകത്തിലെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള കാർ പ്ലാന്റിലാണ് നിർമ്മിക്കുന്നത്. Mercedes-Benzന്റെ ഏറ്റവും പുതിയ പ്ലാന്റായ സിൻഡൽഫിഗനിലെ ഫാക്ടറി 56 പുതിയ എസ് ക്ലാസിന് നിർമ്മാണം നടക്കുന്നത്. എസ് ക്ലാസിന് പുറമെ മൈബാക്കും EQSഉം ഇവിടെ നിർമ്മാണം നടക്കുന്നുണ്ട്. ഏത് കാലത്തും Mercedes-Benzന്റെ ഏറ്റവും മികച്ച പ്ലാന്റുകളിലാണ് എസ് ക്ലാസ് നിർമ്മിച്ചു വന്നിട്ടുള്ളത്. Mercedes-Benzന്റെ മദർ പ്ലാന്റായി അറിയപ്പെടുന്ന സിൻഡൽഫിഗൻ പ്ലാന്റിൽ നിന്നാണ് എസ് ക്ലാസ് രൂപം കൊള്ളുന്നത്. സിൻഡൽഫിഗന്റെ പുറമെ എസ് ക്ലാസ് നിർമ്മിക്കുന്നത് ഒന്ന് ഇന്ത്യയിലാണ്. ഇതിന്റെ പുറമെ ചൈന, മെക്സിക്കോ, മലേഷ്യ എന്നീ രാജ്യങ്ങളിലും അസംബ്ലി നടക്കുന്നുണ്ട്. ഇവിടെ എല്ലാം തന്നെ എസ് ക്ലാസിൻ്റെ സെമി നോട്ട് ഡൗൺ കിറ്റായിട്ടാണ് അസംബ്ലി നടക്കുന്നത്. അതായത് പൂർണ്ണമായും നിർമ്മിക്കുന്നതിന് പകരം വ്യത്യസ്ത പാർട്ടായിട്ട് വരുന്ന ബോഡി, എൻജിൻ, ഇൻറ്റീരിയർ എല്ലാം തന്നെ ഈ ഒരു ഫാക്ടറിയിൽ വെച്ച് അസംബ്ലി ചെയ്യുന്ന രൂപത്തിലാണുള്ളത്. ഇതിൽ ബോഡി പാനൽ പെയിൻറ് വരെ ചെയ്തിട്ടാണ് ഇവിടെ എത്തുന്നത്. വെറും ഫിക്സ് ചെയ്യുന്ന ജോലി മാത്രമാണ് ഇത്തരം പ്ലാന്റുകൾ നടക്കുന്നത്. എസ് ക്ലാസ് ആയതുകൊണ്ടും അതിൻ്റെ പെർഫെക്ഷൻ നിലനിർത്താനും വേണ്ടിയിട്ടാണ് SKD രൂപത്തിൽ നിർമ്മിക്കുന്നത്. SKD ആണെങ്കിലും കംപ്ലീറ്റ് നോട്ട് ഡൗൺ കിറ്റ് എന്ന CKD പോലെ തന്നെ ടാക്സ് ഇളവ് ലഭിക്കും എന്നുള്ളതാണ് മുഖ്യ ആകർഷണം. കംപ്ലീറ്റ് ബിൽഡ് യൂണിറ്റ് അഥവാ CBU എന്ന കംപ്ലീറ്റ് ആയിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നതിനേക്കാളും കുറഞ്ഞ ടാക്സ് നിരക്കാണ് ഇത്തരം SKD കാറുകൾക്ക് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ വില കുറച്ച് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പ്രൈസിങ് ചെയ്യാനും Mercedes-Benz ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇന്ത്യയിലെ Mercedes-Benzന്റെ ആസ്ഥാനമായ ചാക്കനിലെ പ്രൊഡക്ഷൻ പ്ലാന്റിൽ എങ്ങനെയാണ് എസ് ക്ലാസ് നിർമ്മിക്കുന്നത് നോക്കാം. എസ് ക്ലാസിന്റെ അസംബ്ലി ലൈനാണിത്. ഇവിടെ SKD എന്നാണ് ഈ ഒരു അസംബ്ലി ലൈനിനെ പറഞ്ഞ സെമി നോട്ട് ഡൗൺ കിറ്റ്. സെമി നോട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ ഒരുവിധ എല്ലാ സാധനങ്ങളും ആ ഒരു ഫിറ്റ് ചെയ്യാവുന്ന രൂപത്തിൽ ജർമ്മനിയിൽ നിന്ന് വന്ന് ഇവിടുന്ന് അസംബ്ലിങ് മാത്രമാണ് ഈ പ്ലാന്റിൽ ചെയ്യുന്നത്. Mercedes-Benz ഇന്ത്യ പ്ലാന്റിന് ഒരു ഭാഗം മാത്രമാണ് അത്, മെയിൻ ഭാഗങ്ങൾ വേറെയാണ്. അതിൽ കംപ്ലീറ്റ് നോട്ട് ഡൗൺ കിറ്റ് വരുന്ന വണ്ടികൾ, അത് കംപ്ലീറ്റ് എല്ലാ സാധനവും ഇവിടുന്ന് തന്നെ ഫിറ്റ് ചെയ്യുന്ന രീതിയിൽ പെയിന്റിങ് വരുന്ന ബോഗെല്ലാം ഉണ്ട്. നമുക്ക് കാണാൻ പറ്റില്ലെന്ന്, ലിമിറ്റഡ് ഏരിയയിലെ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇവിടെ 2 ലൈനാണ്, 20 സ്റ്റേഷൻ ഉണ്ട്. ഈ ഭാഗത്ത് നിന്നാണ് തുടങ്ങുന്നത്. നമ്മൾ ശരിക്കും ബോഡി പാനല് പെയിന്റഡ് ചെയ്തിട്ടുള്ള ബോഡി പാനൽ വന്നിട്ട് ഫിറ്റ് ചെയ്ത് തുടങ്ങി ഓരോ ഭാഗങ്ങളായി തുടങ്ങുന്നു. ആദ്യം പാനൽസും ഉള്ളിൽ വെച്ച്, പിന്നെ ഡാഷ്ബോർഡ് വെച്ചു. ഈ ഭാഗത്ത് ഡാഷ്ബോർഡ് ഫിക്സ് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് എല്ലാ ഭാഗങ്ങളും സൈഡ് ലൈനിൽ എല്ലാ സാധനങ്ങളും ഫിക്സ് ചെയ്ത് വരുന്നത്. ഇവിടെ സെൻട്രൽ കൺസോളിന്റെ ഭാഗങ്ങളെല്ലാം ഫിക്സ് ചെയ്യുന്ന കാണാം. ഇവിടെ അപ്പോൾസ്ട്രി എല്ലാം ചെയ്തു വന്നിട്ടുള്ള സാധനങ്ങൾ, ഇതെല്ലാം സ്പെയർ ആയിട്ട് വരുന്ന കാര്യങ്ങൾ. ഇതൊന്നും വന്നിട്ടുള്ള ഭാഗങ്ങൾ ഉള്ളിലേക്ക് നോക്കി കാണാൻ പറ്റും. വണ്ടിയിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വരുന്ന സീറ്റ് ഫിക്സിംഗ് ആണ്. അത് കഴിഞ്ഞ് ഇവിടുന്ന് റേസ് ചെയ്തിട്ട് മേലേക്ക് പോയിട്ട് ആ റെയിലിലൂടെ വന്നിട്ട് അടുത്ത ലൈനിലേക്ക് വരും. ഇവിടുന്നും ഈ റെയിലിന്റെ മേലെ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാം തന്നെ താഴെയുള്ള റെയിലാണ്. ഇവിടെ വന്ന് ക്രെയിനിന്റെ മേലെ ലിഫ്റ്റ് ചെയ്തിട്ട് റെയിലിൽ കൂടെ വന്നിട്ട് അണ്ടർ ബോഡിയിൽ, അതായത്
ഇവിടുന്ന് ആദ്യം സസ്പെൻഷൻ, അതിന്റെ മുമ്പുള്ള ടാങ്ക് കാര്യങ്ങൾ ഫിക്സ് ചെയ്യും. ഇവിടെ വരുമ്പോൾ പവർ ട്രെയിൻ മാരേജ് ഏരിയ എന്ന് പറയും. പവർ ട്രെയിൻ തന്നെ എഞ്ചിൻ, ഗിയർ ബോക്സ് അതെല്ലാം മാരേജ് ചെയ്യുന്ന മൊത്തം യൂണിറ്റ് ആയിട്ട് വന്നിട്ടില്ല. ഇപ്പൊ ഇവിടെ ഉള്ളത് S450 ഫോമാറ്റിക് പെട്രോൾ മോഡലിനാണ്. കാരണം ആ എഞ്ചിന്റെ മേലെ തന്നെ നോക്കിയാൽ ഗിയർ ബോക്സിന്റെ ശേഷം ട്രാൻസ്ഫർ കേസും ഫ്രണ്ടിലേക്കുള്ള ഫോമാറ്റിക്കിന്റെ ഷാഫ്റ്റും ഒരു ബ്ലാക്ക് ലൈൻ കാണാൻ പറ്റും. സൂം ചെയ്ത് കാണാൻ ഞാൻ പറ്റുന്ന രീതിയിൽ എടുക്കുന്നുണ്ട്. ഇതിവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴാണ് സീറ്റ് വരുന്നത്. അത് കഴിഞ്ഞാൽ സീറ്റിന് ശേഷം ഡോർ പാനൽസും ഡോറും എല്ലാം ഫിക്സ് ചെയ്യും. പിന്നെ ബാക്കി ബമ്പറുകൾ ഫിക്സ് ചെയ്യും. ബമ്പർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഗ്രില്ല്, പിന്നെ ഹെഡ്ലൈറ്റ് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് ഫൈനലാണ് ബെൻസിന്റെ സ്റ്റാർ വെക്കുക. സ്റ്റാർ വെക്കുമ്പോഴേക്ക് കംപ്ലീറ്റ് വണ്ടി ആയി കഴിഞ്ഞാൽ വെക്കുള്ളൂ. അങ്ങനെ ഈ ഒരു ലൈനിന്റെ എൻഡിൽ റോൾ ഔട്ട് ചെയ്യും. ഇത് സെമി നോട്ട് ഡൗൺ കിറ്റ് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ മെർസിഡീസ് ബെൻസിന്റെ ഫാക്ടറി 56 എന്ന് പറഞ്ഞ സിൽഫിക്കിന്റെ പുതിയ ഫാക്ടറി നിന്നാണ് പുതിയ S ക്ലാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവിടുന്ന് വരുന്ന പീസായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യാണ് S ക്ലാസിന്റെ പ്രൊഡക്ഷൻ ലൈൻ. ബാക്കിയുള്ള പല മോഡലുകളുള്ളത് CKD ആണ്, കംപ്ലീറ്റ് നോട്ട് ഡൗൺ കിറ്റ് വരും. അത് ഫ്രം സ്ക്രാച്ച് തന്നെയാണ് വരുന്നത്. അത് നമുക്ക് പിന്നീട് വർഷത്തിൽ കാണാം. ഇന്നിപ്പോൾ S ക്ലാസിന്റെ പ്രൊഡക്ഷൻ നോക്കാം. ഇതാണ് ഇത്രയുള്ള S ക്ലാസിന്റെ കാര്യങ്ങൾ. ഇനി പുതിയ S ക്ലാസ്, ഇന്ത്യ മെയ്ഡ് S ക്ലാസ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പം എൻ്റെ ഇടം വില ഉള്ളത് 2 S ക്ലാസ്സുകളാണ്. ഒന്ന് നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുള്ള നമ്മുടെ S ക്ലാസ് എപ്പിസോഡിൽ വന്നിട്ടുള്ള S400D എന്ന CBU മോഡലാണ്, ഇമ്പോർട്ടഡ് മോഡലാണ്. ഇത് AMG ബോഡി മോഡലും കൂടി വന്നിട്ടുള്ള മോഡലാണ്. ഇതിപ്പോൾ ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ള 350D എന്ന് പറയുന്ന SKD മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഡിഫറൻസുകൾ നമുക്ക് ആദ്യം പുറമേ ഉള്ളത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഫ്രണ്ടിൽ നിന്ന് കാണാവുന്ന 2 ഡിഫറൻസുകൾ. ഒന്ന് ഇതിൽ AMG ബോഡി ട്രിമ്മും AMG ബമ്പറും അവിടെ കൂടിയിട്ടുള്ള വന്നിട്ടുള്ളത്. ഇതിൽ നോർമൽ എക്സിക്യൂട്ടീവ് ട്രിം എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് കുറച്ചുകൂടി ക്രോം എലമെൻറ്റ്സ് ബ്രോഡായിട്ട് കാണാൻ പറ്റും. ബമ്പറിൻ്റെ വലിയൊരു കട്ടിങ് ഉണ്ട് എയർവെൻറ്റിൻ്റെ, അത് ഇതിലില്ല. ഇവിടെ കുറച്ചുകൂടി മൈൽഡായിട്ടുള്ള ഒരു ഫിനിഷുള്ളത്, ഇത് കുറച്ചുകൂടി ഒരു സ്പോട്ടി ഫിനിഷുള്ളത്. ഹെഡ്ലൈറ്റ് എല്ലാം തന്നെ ഡിജിറ്റലായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഗ്രില്ല് സെയിം ആണ്. ഇതെല്ലാം തന്നെ ബാക്ക് സെയിം ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു മെയിൻ ഡിഫറൻസ് ഉള്ളത് ബമ്പറിലാണ്. ഇനി ഉള്ളോട്ടേക്ക് വരുവാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് നോക്കാവുന്ന വീൽസ് ആണ്. ഇതിൽ വന്നിരുന്നത് 20 ഇഞ്ചിൻ്റെ മൾട്ടിസ്പോക്ക് AMG വീലാണ്. ഈ ഒരു വീല് നമ്മൾ കണ്ടതാണ്, വളരെ അട്രാക്റ്റീവായി നിൽക്കുന്നത്. ഇതിൽ വന്നിരിക്കുന്നത് 19 ഇഞ്ചിൻ്റെയും മൾട്ടിസ്പോക്കാണ്. ഇതും നല്ല അട്രാക്റ്റീവാണ്. കാരണം ഈ ഒരു ബ്ലാക്കും ഈ ഒരു ക്രോമും വന്നിരിക്കുന്ന ഒരു ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടാണ് നിൽക്കുന്നത്. ഈ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴും എക്സ്റ്റീരിയറിൽ വലിയ കാര്യമായ മാറ്റമൊന്നും വരുന്നില്ല. 2 എണ്ണത്തിനും ഫ്ലഷ് ഹാൻഡിൽസ് വന്നിട്ടുണ്ട്. ഞാൻ ഡൗട്ട് ചെയ്തിരുന്നു ഫ്ലഷ് ഹാൻഡിൽ അല്ലാതെ നോർമൽ ഹാൻഡിൽ വരുന്നത്. ഇതിപ്പോൾ നമുക്കിങ്ങനെ സ്വൈപ്പ് ചെയ്താലെല്ലാം തന്നെ അത് ഓപ്പൺ ആവും. നമ്മൾ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളതാണ്. ഞാൻ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഈ റിയർ വരെ വരുമ്പോൾ വേറെ ചേഞ്ചസ് ഒന്നും ഇവിടെ വരെ വരുന്നില്ല, റിയറിലേ ഉള്ളൂ. ഇതിൽ വന്നിരിക്കുന്ന ഡയമണ്ട് വൈറ്റ് ആയിട്ടുള്ള ഡിസൈനോ അതിൻ്റെ ഡയമണ്ട് വൈറ്റ് എന്നുള്ള മെറ്റാലിക് വൈറ്റ് കളറാണ്. ഞാൻ അതും എന്താ പറയുക, നേരത്തെ ഉള്ളൊരു എക്സ്പീരിയൻസ് വെച്ച് ഇന്ത്യയിൽ സാധാരണ നോർമൽ വൈറ്റ് ആയിരുന്നു വന്നിരുന്നത്. അപ്പോൾ അതായാലും മെറ്റാലിക് വന്നിട്ടുണ്ട്. ഈ ഡിഫറൻസ് ഇനിയുള്ളത് ഈ ട്രിമ്മിൻ്റെ ഡിഫറൻസ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ വന്നിരിക്കുന്ന എക്സിക്യൂട്ടീവ് ട്രിമ്മിൽ വന്നിരിക്കുന്ന ഒരു ബമ്പർ ഷേപ്പാണ്. അതുകൊണ്ട് വ്യത്യാസമുള്ളതെന്ന് വെച്ചാൽ ഈ ക്രോം എലമെൻസിൽ രണ്ടിലും റീറ്റെയിൻഡ് ആണ്. ഇതിൽ കുറച്ചുകൂടി ക്രോം കൂടുതലായിട്ട് പോകുന്നുണ്ട്. മറ്റേ AMGയിലാണെങ്കിൽ മേലെ മാത്രമേ ക്രോം വരുന്നുള്ളൂ. ഈ ഒരു ഡിഫ്യൂസേഴ്സ് ഇതിൽ വരുന്നില്ല. ഇതിൽ നോർമൽ ബമ്പറായിട്ടാണ് വന്നിരിക്കുന്നത്. ഡിഫ്യൂസേഴ്സ് ഇല്ല. കുറേ കൂടി ഇവിടെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഫീലുള്ള, അതും ഒരു കുറേ കൂടി എക്സിക്യൂട്ടീവ് ഫീൽ കിട്ടുന്ന രീതിയിലുള്ള. പിന്നെ ഈ ഒരു ഡിഫറൻസ് ഉള്ളത് 350D ആണ്. അപ്പോൾ കുറച്ചുകൂടി പവർ കുറഞ്ഞിട്ടുള്ള വേരിയൻ്റ് ആണ്. ഇതിൽ ഫോമാറ്റിക് വന്നില്ല, ഇതിൽ ഫോമാറ്റിക് ഉണ്ട്. ഫോമാറ്റിക് എന്ന് പറഞ്ഞാൽ 4 വീൽ ഡ്രൈവ് ഉണ്ട്. ഇതിൽ 4 വീൽ ഡ്രൈവ് വരുന്നുണ്ട്, അതിൽ 4 വീൽ ഡ്രൈവ് ഇല്ല എന്നുള്ള ഡിഫറൻസ് ആണ് പുറമേ നിന്ന് കാണുമ്പോൾ. ബാക്കിയെല്ലാം തന്നെ CBU വന്നിരിക്കുന്നത് പോലെ തന്നെ ഇതിലും റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സിൽ ഔട്ട്സും എല്ലാം. ഇനിയുള്ളത് ഒന്നുള്ള സ്കേർട്ടിംഗ് ആണ്, അതും കൂടെ ഉണ്ട്. കാരണം ഇതിൽ AMG ആയതുകൊണ്ട് ഈ ഒരു ക്രോം പോർഷൻ താഴെ വന്ന സ്കേർട്ടിംഗ് വരുന്നുണ്ട്. ഇത് കുറച്ചുകൂടി സ്പോട്ടിയാണ്, കുറച്ചുകൂടി ലോ ആണ് കാറ്. കാരണം ബോഡി ട്രിം എല്ലാം കുറച്ച് ലോ ആയിട്ടാണ് നിൽക്കുന്നത്. അതിൽ വന്നിരിക്കുന്ന സ്കേർട്ടിംഗ് കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ടുള്ള പ്ലെയിൻ സ്കേർട്ടിംഗ് ആണ്. പ്ലെയിൻ സ്കേർട്ടിംഗ് ആയതുകൊണ്ട് ഈ ഒരു ക്രോം പുറത്തു കൂടെ മേലെ കൂടെ വരുന്ന രീതിയിലുള്ള, മറ്റേ ഡോറിൻ്റെ മേലെയാണ് ഇത് വരുന്നെങ്കിൽ മറ്റേ സ്കേർട്ടിങ്ങിൻ്റെ താഴെയാണ് CBUയിൽ വന്നിട്ടുള്ള ക്രോം എലമെൻറ്റ്. ഇന്റീരിയറിൽ കുറച്ച് മാറ്റങ്ങളുണ്ട്, അത് നമുക്ക് ഇന്റീരിയറിൽ നോക്കാം. സോ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരു ഗുണമുള്ളത്, നമ്മൾ കാണിച്ചിരുന്ന ഫസ്റ്റ് എപ്പിസോഡിൽ വന്നിരുന്ന അതേ കളറാണ് ഇന്റീരിയറിൽ. പക്ഷേ ലെതർ ഇസ് ഡിഫറെൻറ്റ്. നമ്മളന്ന് കൊണ്ടുവന്ന നാപ്പ ലെതർ ആയിരുന്നു. അതിൻ്റെ സ്റ്റിച്ചും ഡിഫറെൻ്റ് ആണ്. ഡയമണ്ട് സ്റ്റിച്ചോട് കൂടുതൽ ഡിസൈനാണ്. ഇതിപ്പോൾ സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ടുള്ള ഫ്ലോയി ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഒരു ഫ്ലോ ഡിസൈൻ എന്നാണ് ഇതിന് പറയുന്നത്. സോ അത് മാറിയിട്ടുണ്ട്. പക്ഷേ ഗുഡ് പാർട്ട് ഈ കുഷൻ വളരെ കംഫർട്ടബിൾ ആയിട്ട് കുഷൻ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഡിസൈൻ എല്ലാം അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്റ്റിയറിംഗ് വീല് വേറെ. നേരത്തെ നമ്മൾ കാണിച്ച വണ്ടിയിൽ നിന്ന് AMG സ്റ്റിയറിംഗ് ആണ്ട് ഫ്ലാറ്റ് ബോട്ടം ആയിരുന്നു. 3 സ്പോക്കാണ് വരുന്നത്. പക്ഷേ ഇവിടെ ഡബിൾ സ്പോക്കോട് കൂടിയിട്ട് വന്നിരുന്നത്. ഇവിടെ ഇപ്പം ഒറ്റ പീസാണ്. അതെനിക്ക് തോന്നുന്നു കുറച്ചുകൂടി യൂസ് ചെയ്യാൻ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും തോന്നുന്നുണ്ട്. ബാക്കിയെല്ലാം റിമെയിൻ സെയിം
സെയിമാണ്. ഈ ഒരു സെൻറ്റർ കൺസോൾ വന്നു, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കൊണ്ടുവന്നു, അതെല്ലാം അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. ഇതിൽ ആഡഡ് ആയിട്ടുള്ള ഫീച്ചർ വന്നിരിക്കുന്നത് കാർ ടു കാർ കണക്ട് ചെയ്തിട്ടുള്ള ഫീച്ചർ ഉണ്ട്. അത് കുറേ കൂടെ അഡ്വാൻസ് ആയിട്ടുള്ള ഫീച്ചർ. സിമിലർ കാറായിട്ടുള്ള ഒരു കാർ ടു കാർ കമ്മ്യൂണിക്കേഷൻ വരും. നമ്മളിപ്പോൾ ഈ പോകുന്ന കാറ് ഏതെങ്കിലും തരത്തിൽ റോഡിൽ ആക്സിഡൻറ്റോ അല്ലെങ്കിൽ അതുപോലെ തന്നെ പോട്ടോൾസ്, ബമ്പ്, സ്ലിപ്പറി കണ്ടീഷൻ ഇതെല്ലാം ഡിറ്റക്ട് ചെയ്ത് തന്നെ, സ്നോ, റെയിനെല്ലാം ഡിറ്റക്ട് ചെയ്താൽ ഇതേ വരുന്ന കാറിൽ കണക്ട് ചെയ്ത കാറിന് ഇൻഫർമേഷൻ പാസ് ചെയ്ത് കുറച്ചുകൂടി കോൺഷ്യസ് ആകാനും കെയർഫുൾ ആക്കാനും പറ്റും. ഇതിൽ വന്നിരിക്കുന്നത് ആക്ച്വലി 4D സൗണ്ട് സിസ്റ്റം പോയിട്ട് 3D സൗണ്ട് സിസ്റ്റമാണ്. അത് ഒന്ന് മാറ്റം വന്നിട്ടുണ്ട്. ഹെഡ് അപ്പ് ഡിസ്പ്ലേ എനിവേ ഇന്ത്യയിൽ വന്നിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് അതില്ല. ബാക്കിയെല്ലാം തന്നെ ഓൾമോസ്റ്റ് സെയിം ആയിട്ട് നിർത്തിയിട്ടുണ്ട്. റിയർ പാസഞ്ചർ ആണെങ്കിലും ഫീച്ചേഴ്സ് എല്ലാം ഓൾമോസ്റ്റ് സെയിം ആയിട്ട് നിലനിർത്തിയിട്ടുണ്ട്. ഇനി കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു നമുക്ക് ഡ്രൈവിലൂടെ ശരിക്കും നോക്കാൻ പറ്റും. ഉടനെ തന്നെ ഇന്ത്യൻ വേർഷൻ്റെ ഡ്രൈവ് ഞാൻ കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണെന്നുള്ള ഫീച്ചേഴ്സ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് തോന്നിയിട്ടുള്ള മെർസിഡീസ് ഇത്തവണ SKD മോഡ് കൊണ്ടുവന്നപ്പോൾ വളരെയധികം കോംപ്രമൈസ് ചെയ്യാതെ ഒരുവിധം ഫീച്ചേഴ്സ് എല്ലാം റീറ്റെയിൻ ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. നല്ലൊരു പ്രൈസിങ് അതോടുകൂടി തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. 1.57 crore ഡീസലിനും അതുപോലെ തന്നെ 1.62 crore പെട്രോളിനും വന്നാലും നല്ല പ്രൈസിങ് ആണ്. സോ അതിനെല്ലാം വേർത്താണോ ഇതെന്നുള്ള നമുക്ക് ഡീറ്റെയിൽ ഡ്രൈവിലൂടെ നോക്കാം. സോ അതിനുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ ഈ പുതിയ എസ് ക്ലാസിൻ്റെ മാനുഫാക്ചറിങ്ങും അതുപോലെ തന്നെ ചെറിയൊരു ബാക്ക് ടു ബാക്ക് കമ്പാരിസൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എനിവേ, ഇന്ത്യയിൽ എസ് ക്ലാസ് നിർമ്മിക്കുന്നത് ആദ്യമായിട്ടില്ല. 1999 മുതൽ 220 മുതലാണ് എസ് ക്ലാസ് നിർമ്മിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഏതായാലും ഇതിപ്പം നാലാമത്തെ തലമുറയാണ് എസ് ക്ലാസ് ഇന്ത്യയിൽ നിർമ്മിക്കുന്നത്. അത് തന്നെ ഇന്ത്യക്ക് ശരിക്കും പ്രൗഡായിട്ടുള്ള മൂവ്മെൻറ്റ്. എസ് ക്ലാസ് അധികം സ്ഥലത്ത് അസംബിൾ ചെയ്യാത്തതാണ്. ജർമ്മനിൻ്റെ പുറത്ത് 1-2 സ്ഥലത്തെങ്ങളിലും ഇന്ത്യൻ്റെ പുറമെ അസംബിൾ ചെയ്യുന്നത്. ഒന്ന് ചൈന എന്ന് എനിക്കറിയാം, വേറെ ഉണ്ടെങ്കിൽ ഞാൻ അറിയാത്ത ഏതെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ അത് ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം തന്നെ ജർമ്മനിയും സിഗ്നിഫിക്കൻ്റാണ്. ഇതും തന്നെ SKD ആണെന്ന് ഞാൻ പറഞ്ഞു. സോ ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നത്. നിങ്ങൾക്ക് ഈ ഒരു എസ് ക്ലാസിനെ കുറിച്ചുള്ള ഡിഫറൻസും ഈ ഒരു ബോഡി ട്രിം ഏതാ ഇഷ്ടപ്പെട്ടു എന്നുള്ള, ഈ ഒരു ഫീച്ചേഴ്സ് കൊണ്ടുവന്നെല്ലാം എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നമ്മുടെ കമൻറ്റിലൂടെ അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളത് ഉടനെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. അടുത്ത തവണ പുതിയൊരു കാറോ മാനുഫാക്ചറിങ്ങോ ട്രക്കോ ബൈക്കോ എല്ലാമായിട്ട് കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വീലിംഗ്.